ദാ ഈ കാണുന്ന ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഇടതുഭാഗത്താണ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ടൗൺ ഹാള്, കോടിയേരി നഗർ അവിടെയാണ്. ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ വരാനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ അതിഗംഭീരമായ ഒരു സ്പേസ് നമ്മൾ കാണുകയുണ്ടായി. കടന്നു പോകുന്നൊരു പാലത്തിൻ്റെ അടിഭാഗം ഏറ്റവും മികച്ച നിലയിലേക്ക് ക്രമീകരിച്ചിരിക്കുന്നു എന്നതുകൂടിയുണ്ട്. അത് കാണണം. മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയുണ്ട്. അതായത് നാടിൻ്റെ മുഖച്ഛായ എങ്ങനെ മാറുന്നു, ഏതൊക്കെ തരത്തിലാണ് കാഴ്ചപ്പാടുണ്ടാകുന്നത്. നമ്മുടെ പാലങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ അതെ ഇങ്ങനെ നോക്കൂ. മനുഷ്യർക്ക് ഇരിക്കാനും അവരുടെ വി പാർക്ക് കൊല്ലം റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശം സൗന്ദര്യവൽക്കരണം. നമ്മുടെ പല പാലങ്ങളും ഈ രീതിയിൽ പാലത്തിന്റെ അടിഭാഗങ്ങൾ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പൊതുമരാമത്ത് വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്റ്റീജ് പ്രോജക്റ്റുകളിലൊന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. വളരെ ഗംഭീരമായിട്ടുണ്ട്. കാരണം ഈ തൂണുകളൊക്കെ ഇരിപ്പിടങ്ങൾ. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ നടന്നാൽ തീരില്ല. അത്രമേൽ വൈവിധ്യങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്, അനുഭവങ്ങളുണ്ട്. ഇതെല്ലാം ചെസ് കളിക്കണോ? ഗംഭീരമായിട്ടുണ്ടല്ലോ. ചെസ് കളിക്കണോ? ചെസ് കളിച്ചൊന്നും നിൽക്കാൻ പറ്റില്ല. സമയമില്ല. നോക്ക്, ചെസ്സിന്റെ എല്ലാ കരുക്കളും വെച്ചിട്ടുണ്ട്. ഇതാ എത്ര മനോഹരമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അത് ഗംഭീരമായിരിക്കുന്നു. ചിലര് കരുക്കള് വർഷങ്ങളായി നീക്കിയിട്ടും എങ്ങൊന്നും എത്തുന്നില്ല എന്നുള്ളതാണ്. അത് ഈ പറഞ്ഞ കരുനീക്കത്തിന്റെ പ്രശ്നമാണ്. അതെ ഈ പറഞ്ഞ പോലെ ശരിയായ കരുനീക്കമാവണം, സത്യസന്ധമായ കരുനീക്കമാവണം. അതില്ലാതെ വരുമ്പോഴാണ് കരുനീക്കങ്ങളെല്ലാം പൊളിഞ്ഞു പാളീസായി പോകുന്നത്. എതിരാളിയുടെ നീക്കം മുൻകൂട്ടി കാണാനുള്ള കഴിവ് വേണം. പക്ഷേ ഉണ്ടാകുന്നില്ല എന്നാണ് പ്രശ്നം. അപ്പൊ ഏതായാലും ഇത് വളരെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. മനു, രാജ്കുമാറേ, ഇതെന്താണ് രാജ്കുമാറെ? ഭയങ്കര രസകരമായിട്ടുണ്ടല്ലോ. ഒരു 3-4 മണി ആയി കഴിഞ്ഞാൽ ഫാമിലീസ്, ഇവിടെ ഒരു 10 പേരുള്ള കുടുംബം, അപ്പുറത്ത് 10 പേരുടെ ഒരു കുടുംബം വന്ന് നിന്ന് ഫാമിലി ആയിട്ടാണ് ചെസ് കളിക്കുന്നത്. പിള്ളേര് ഇവിടെ ഓടി കളിക്കും, അപ്പുറത്ത് അച്ഛനും അമ്മ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇത് ചെറുത്ത് വെച്ച് കളിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ലൈഫ് കേന്ദ്രമായി മാറിയത്. രാത്രി 1 മണി ആയാലും തീരത്തില്ല. ആണല്ലേ? ഇന്നലെ ഞങ്ങൾ രാത്രി വരുന്ന സമയത്ത് ഇന്നലെ കണ്ടിരുന്നു. ഇതൊക്കെ നെയ്ക്കുന്നതൊക്കെ കറക്റ്റ് ആണോ? അറിയാത്തവന്മാർ ഈ പണിക്കൊന്നും നടക്കരുത്. എന്തൊന്നും പിള്ളേര് ഇതൊന്നും ചെസ്സും അറിയില്ല, ക്രിക്കറ്റും അറിയില്ല, ഫുട്ബോളും അറിയില്ല. 2 വെള്ളം എടുത്തിട്ട് ഇടയ്ക്ക് വെച്ചാൽ ഒരു വെറൈറ്റിക്ക്. ചെസ്സും മനുവും തമ്മിലുള്ള ബന്ധം അവൻ തന്നെ വെളിപ്പെടുത്തി. എന്നാ ഇതുകൊണ്ടാ അവിടെയാ നീ പറഞ്ഞോളൂ വെച്ചോ. എനിക്ക് കുതിര വെക്കാൻ കണ്ടാ ഇത് കൊണ്ടുപോവാ. ഇത് അവിടെ അപ്പുറത്ത്. കറക്റ്റ് കുതിര കണ്ട വെച്ചത്. എങ്ങനെ ഇത് സാധ്യമാണ്? പിന്നെ ഇത് അറിയാതെ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് വെച്ചോ. ഇത് എന്നാ പഠിച്ചത്? അതൊക്കെ ഉണ്ട്. ചില്ലറ കളിയല്ല, സാമാന്യമായി പോയി കേട്ടോ. ഇനി തേരെങ്ങോട്ട് നീക്കും പറ. അതെ, കളി അറിയാവുന്നവനോടെ പറയുന്നത്. അല്ലാത്തവന്മാരോട് ഈ പണിക്കില്ലാതെ എന്ത് പറയാനാണ്. അപ്പൊ നോക്ക്, ഇത് മാറുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു പാലത്തിന്റെ അടി, പൊടി പിടിച്ച് കിടന്ന ഒരു പാലത്തിന്റെ അടിയാണ് ഇത്ര സംസ്ഥാനത്താകെ ചെസ് ബോർഡ് 1. രാജ്കുമാർ, എന്തൊക്കെയാ പിന്നെ ഇവിടെ ഉള്ളത്? അത് അപ്പുറത്തുണ്ടല്ലേ? അവിടെയും ചെസ് ബോർഡ് ഉണ്ട്. 2 ചെസ് ബോർഡ് ഉണ്ട്. വൈകുന്നേരം ആകുമ്പോൾ വെച്ചിട്ടില്ല. വൈകുന്നേരം 3-4 മണി ആകുമ്പോഴേ പിള്ളേരും ഫാമിലീസും വന്ന് ഇവിടെ പണി തുടങ്ങും. മാത്രമല്ല ഇവിടെ ഇപ്പൊ വോളിബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, ഓപ്പൺ. രാജ്കുമാർ, ഇതിനിടയ്ക്ക് ഒരു ജാമ്യം എടുത്ത നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. ഞാൻ ശ്രദ്ധിച്ചു. ഇത് തുടങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളത്. ഇതൊന്നും കണ്ടില്ലല്ലോ, TV കണ്ടില്ലല്ലോ, വാർത്ത കണ്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കാണായിരുന്നു, മനസ്സിലായില്ല. തെരുവിളി കേൾക്കുന്ന ഓക്കെ. വലിയ സന്തോഷം. താങ്ക് യു. ഇത് നടക്കാം. അപ്പോൾ ഇങ്ങനെ തൊട്ടപ്പുറ റെയിൽ ട്രാക്ക്, ഇത് കണ്ടോ, തൊട്ടപ്പുറ ട്രെയിൻ പോകുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും മനുവിന്റെ ജില്ലയിൽ ട്രെയിൻ ഇല്ലല്ലോ അല്ലെ? ഈ പറഞ്ഞ നാട്ടില്ല, കോട്ടയത്തുണ്ട്. ട്രെയിൻ വേണ്ടെന്നേ. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന് എങ്ങോട്ട് പോകണമെങ്കിലും ബസ് ഉണ്ടെന്നേ പാലായിന്ന്. ശരി, ബാക്കി എങ്ങും ഇല്ലല്ലോ. എങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ബസ് ഞങ്ങൾക്ക് ഉണ്ട്. പാലായിൽ എങ്ങോട്ടേക്ക് പോകണം പറഞ്ഞാൽ മതി. ബാംഗ്ലൂർ പോകണോ? ഒരു കട്ടറും ഇല്ലാത്ത റോഡിൽ കൂടെ പാലാ തൊട്ട് ബാംഗ്ലൂർ വരെ പോവാം. വേണമെങ്കിൽ നമുക്ക് പോവാം. അത് ശരി. അത് പാലായ്ക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ അവകാശപ്പെട്ടതാ ആ റോഡുകൾ. അപ്പോൾ അങ്ങനെ അതിനൊരു സംശയം വേണ്ട. അപ്പൊ ഇങ്ങനെ ഇവിടെ 2 ചെസ് ബോർഡുകൾ. വേറെ കുറെ സംവിധാനങ്ങളുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇതുണ്ടല്ലേ? നമ്മൾ നിൽക്കുന്നത് സ്കേറ്റിംഗ് ഇതാണ്. സ്കേറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ് ഇത്. സ്കേറ്റിംഗിനുള്ള സ്ഥലമാണ്. അവിടെ തൊട്ടപ്പുറത്ത് വാക്കിംഗ് പാത്വേ ഉണ്ട്. ജിം, ഓപ്പൺ ജിം ഉണ്ട്. അങ്ങോട്ട് നടക്കാം. അപ്പുറത്തേക്ക് നടന്ന് അങ്ങനെ യെസ്. അപ്പോൾ നമുക്ക് ഏതായാലും ആളുകൾ ഇതേക്കുറിച്ച് നമ്മളിത് പറയുന്നതെന്ന് വെച്ചാൽ, ഈ സംസ്ഥാന സമ്മേളനം നടക്കുന്ന ഈ സ്ഥലം പോലും ഈ രൂപത്തിൽ കേരളം എങ്ങനെയൊക്കെയാണ് പുതിയ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു മാരക സാധനമുണ്ട്. മനുഷ്യ ജീവിതം ഏറ്റവും വലിയ ഒരു ആശയമാണ് ഈ ഹാപ്പിനെസ്. അത് തളിപ്പറമ്പിൽ ചെയ്യുന്ന മനുഷ്യ ജീവിതത്തിൽ വളരെ 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 ഈ കാലത്ത് ഏറ്റവും അധികം
പരിശോധിക്കപ്പെടുന്ന വിലയിരുത്തപ്പെടുന്ന ഒന്നാണ് ഹാപ്പിനെസ് എത്രമാത്രം എന്നുള്ളത്. അതിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ നിൽക്കുമ്പോഴാണ് നമ്മളുടെ ഹാപ്പിനെസ് താഴെ ഗംഭീരമായി ഈ പാലം ഇങ്ങനെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. പാലത്തിൻ്റെ ഈ അടിഭാഗം ഇങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് വൈവിധ്യങ്ങളായി പലതരത്തിലുള്ള ഈ ആൾക്കൂട്ടങ്ങൾക്ക് സൗഹൃദങ്ങൾക്ക് ഒക്കെ വരാനും ഇവിടെ വന്നിരിക്കാനും ഫുഡ് കോർട്ടൊക്കെ തുടങ്ങുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടത്. രാജ്കുമാരേട്ടാ, ഫുഡ് കോർട്ടൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തുടങ്ങാൻ പോകും. യെസ്, 10 ഫുഡ് കോർട്ട്. അയ്യപ്പദേവ് അത് നല്ല രസമുണ്ട്. കാരണം മുകളിൽ പാലം ആകെ ചെങ്കൊടിയാണ്. മുകളിൽ പാലം ലൈറ്റ് പ്രശ്നമുണ്ട്. നമ്മുടെ ഹെലിക്യാമറ രാജ്കുമാറാണോ? നമ്മുടെ ഹെലിക്യാമറ റെഡിയാണോ? അപ്പോൾ ഏതായാലും നമുക്കിത് എങ്ങനെ കണ്ടുവരാം. ഗംഭീരമായ കാഴ്ചകളാണ്.